ഹലോ ഫ്രണ്ട്സ്, ഈ വണ്ടി കോഴിക്കോട് നിന്നും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി കസ്റ്റമർ എടുത്ത് പോകുന്ന വഴിക്ക് ഷോപ്പ് കണ്ടപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു. ആന്ധ്രയിലേക്ക് പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് ഷോപ്പിൽ കയറി എന്തെങ്കിലും വർക്കും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി അതിനോട് ഓയിൽ മാറ്റാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ മുമ്പ് വന്നതാണ്. കസ്റ്റമർ വന്നിട്ട് എന്നോടൊന്ന് ജനറലായിട്ടൊന്ന് ചെക്കപ്പ് ചെയ്ത് നോക്ക്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊന്ന് തീർത്ത് തരാൻ വേണ്ടിയിട്ട് കസ്റ്റമർ പറഞ്ഞു. ഒരു നല്ലൊരു കസ്റ്റമർ ആയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ക്ലച്ച് കേബിളുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയതായിരുന്നു. അങ്ങനെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുക വിചാരിച്ച് ചെയിനിൻ്റെ ഞെട്ടും കാര്യങ്ങളൊക്കെ ലൂസാക്കി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് വണ്ടീൻ്റെ ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനും ഇല്ല, ചെയിനാണ് നല്ല ലൂസ് ഉണ്ട്, ചെയിൻ വൺ സൈഡ് ടൈറ്റാണ്, സ്പോക്കറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുന്നു. അപ്പോൾ ഈ കസ്റ്റമർക്ക് വണ്ടി എടുക്കുമ്പോൾ എന്താ കാര്യങ്ങളാണ് ഇതാക്കേണ്ടതെന്നൊന്നും കാര്യങ്ങൾ അറിയില്ല. അങ്ങനെ നോക്കിയപ്പോൾ ചെയിനും സ്പോക്കറ്റും മാറ്റേണ്ടിനി. അങ്ങനെ 10,000-3000 റുപ്യേൻ്റെ അടുത്ത് ചെയിനും സ്പോക്കറ്റും മൂപ്പർക്ക് ചിലവായി. പിന്നെ ഓയിലും കാര്യങ്ങളൊക്കെ പറ്റാൻ മോശമായി. പിന്നെ ഓയിലും കാര്യങ്ങളും മാറ്റി. പിന്നെ ക്ലച്ച് കേബിള് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് BS4 സ്വിച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണല്ലോ. അപ്പോൾ ഹെഡ്ലൈറ്റ് ഓഫാക്കാൻ വേണ്ടിയിട്ട് സ്വിച്ച് വെച്ച് കൊടുത്ത് അങ്ങനെ കുഴപ്പമില്ലാത്ത പണികളും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ചെയിനൊക്കെ നോക്കുക, ചെയിനും സ്പോക്കറ്റും മാറ്റാൻ അയക്കുന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഓയിൽ വണ്ടി എടുത്തിട്ട് എന്തായാലും ഓയിൽ മാറ്റുക മസ്റ്റായിട്ട്. ഇത് കണ്ടില്ല, എൻജിൻ കേസും കാര്യങ്ങളൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത്, പിന്നെ ചേസിൻ്റെ മുകളിലൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ അത്രയും നീറ്റായിട്ട് പണിയെടുത്ത് കൊടുത്ത് കസ്റ്റമർ ഫുൾ ഹാപ്പിയാണ്. അപ്പോൾ വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ മസ്റ്റായിട്ടും ഓയിൽ ചേഞ്ച് ചെയ്യുക. മറ്റേ കസ്റ്റമർ എങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെന്നും പറയാൻ പറ്റില്ല, ഓയിൽ എത്ര മോശമായിരിക്കും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഓയിൽ മസ്റ്റായിട്ടും ചേഞ്ച് ചെയ്യുക.